അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ. പുണ്യ റസൂൽ. ഞാൻ എല്ലാ ദിവസവും 100 വട്ടെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. എന്താ ഇതിനർത്ഥം? പഠിച്ചോനെ നീ എനിക്ക് പുറത്തു തരണേന്ന്. ഇതാരാ പറയണത്? പുണ്യ റസൂൽ. അത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാണിക്കല്ല. ഞാൻ അതിനേക്കാളും വലിയൊരു വെളിച്ച ഈ ലോകത്തൊന്നിനുമില്ല. എന്നിട്ടും പറയും എന്തേ മാണിക്കക്കല്ലിന് തൻ്റെ ശോഭ പൂർത്തിയായി എന്ന് തോന്നൂല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ. ഞാൻ ചുരുങ്ങിയത് ഒരു ദിവസം 100 വട്ടെങ്കിലും എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പുറത്തേരണം റബ്ബേ, പുറത്തേരണം റബ്ബേ. എന്താ ചെയ്തത്? അള്ളാഹ്ക്ക് വേണ്ടി നന്മയല്ലാതെ എന്താ ചെയ്ത്? എല്ലാം അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തന്നിട്ടില്ലേ നബിയെ? ഖുർആനിലും ഈ രീതി കാണാം, ഈ വാക്ക് കാണാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് സിദ്ദീഖ കാല് നീര് കെട്ടി വീർത്തിട്ട് കരഞ്ഞു. റസൂലുള്ളാഹിന്റെ കാല് നീര് കെട്ടി വീർത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി കരഞ്ഞു. ഇതിനാണ് അങ്ങനെ അർത്ഥപ്പെടുന്നത്. അതാണ് കാല് നീര് കെട്ടി വീർത്തിട്ടും ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി വേദനയോടെ നിസ്കരിച്ച ഒരാളുണ്ട്. അത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നന്നായിട്ടും നന്നാവണം എന്ന കൊതിയ. എനിക്ക് ഏറ്റവും നന്ദിയുള്ള അടിമയായി തീരണം എന്ന് പറയുന്നത് ഏറ്റവും നന്ദിയുള്ള അടിമയായി കൊണ്ട് തന്നെയാണ്. ആയിഷ ബീവിയോട് പുണ്യ റസൂൽ പറയാണ്, എന്ത്? എനിക്ക് ഏറ്റവും നന്ദിയുള്ള അടിമയായി തീരണ്ടേ ആയിഷ എന്ന് പറയുന്നത് ഏറ്റവും നന്ദിയുള്ള അടിമയായി കൊണ്ട് തന്നെയാണ്. അതാണ് രത്നത്തിന്റെ മനോഹരമായ ശോഭ. രത്നത്തിന് മതിയാവൂല എന്ന് പറയുന്നത്. അത് ലോകത്തിന്റെ മാണിക്കല്ലാണ്. എന്നിട്ടും അങ്ങനെയാണ്. നമ്മൾ അതിൻ്റെ കോടാനക്കോടിൻ്റെ പരിസരത്ത് എത്തണമല്ല. അവർ സയ്യിദുൽ അംബിയ ആണ്. നമ്മൾ സയ്യിദുൽ ഹംഖകളുടെ നേതാവാണ്. അവർ സയ്യിദുൽ മുത്തഖീനാണ്. അവരെന്നെ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇതുവരെ അതിൻ്റെ പടിയൊക്കെ കയറിയിട്ടില്ല. നന്നാവുന്ന ജനങ്ങളെ നന്നാക്കി കൊടുക്കുന്ന സ്കൂളുള്ള നാട്ടിൽ ബസ് ഇറങ്ങിയിട്ടില്ല. പിന്നല്ലേ നമ്മളിപ്പോഴും ജനങ്ങളെ നന്നാക്കി കൊടുക്കുന്ന സ്കൂളുള്ള നാട്ടിൽ ബസ് ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഇത് ആ സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടിയാണ് മുഹമ്മദ് മുസ്തഫ. നമ്മളെ നാട്ടിൽ എത്തിയിട്ടില്ലെന്നല്ല, ചിലപ്പോൾ അങ്ങനെ നാടുണ്ട് എന്ന വിവരം കൂടി നമ്മൾ അത്രയും ദൂരെയാണ്. അവർ സയ്യിദുൽ അംബിയ ആണ്, അവർ സയ്യിദുൽ സ്വാലിഹീനാണ്, അവർ സയ്യിദുൽ മുത്തഖീനാണ്. നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ സയ്യിദുൽ ഹംഖ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ബുദ്ധി കുറവാ. ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടാൽ പോരാ. ബുദ്ധിയുള്ളവൻ്റെ അടയാളം ഉണ്ടാവും. നമുക്ക് ബുദ്ധി ഇല്ലാത്തവൻ്റെ അടയാളമുള്ളത് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ഇശ നിസ്കരിച്ച് പള്ളിക്ക് ഇശ നിസ്കരിച്ചിട്ട് നേരെ പുറത്തിറങ്ങി കുറച്ച് 5 മിനിറ്റ് ഇരിക്കും. റവാത്തിബ് നിസ്കരിക്കാതെ തറാവീഹ് നിസ്കാരം തുടങ്ങുമ്പോൾ 15 തക്ബീർ കിട്ടും റുക്കൂവിൻ്റെ മുമ്പ്. കാരണം റുക്കൂ കഴിഞ്ഞ തക്ബീർ കിട്ടിയ പിന്നെ ആ റക്അത്ത് നഷ്ടപ്പെട്ടു. എന്താ നമ്മളിങ്ങനെ കാട്ടിയ? ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട്? ബുദ്ധി ഉണ്ടെങ്കിൽ തറാവീഹിനേക്കാൾ അഫ്ളലാണ് എന്ത്? റവാത്തിബ്. അതെല്ലാം നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിന്റെ ഒരു റവാത്തിബ് നിസ്കരിക്കില്ല. തറാവീഹിന്റെ കാര്യത്തിൽ വലിയ വേജാറുമാണ്. തറാവീഹ് നല്ലതല്ലേ? 100% നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ മോക്കതാണ് എന്ത്? അതിനേക്കാൾ മോക്കരായ നിസ്കാരമാണ് എന്ത്? റവാത്തിബ് നിസ്കരിക്കാനല്ല. ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4. ആ നിസ്കാരം വലിയ നിസ്കാരം ഏതാണ്?
റവാത്തിബിനേക്കാൾ വലിയ നിസ്കാരം ഏതാണ്? ളുഹ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. പക്ഷെ ളുഹയേക്കാൾ അഫ്ളലാണ് എന്ത്? റവാത്തിബ്. നിസ്കരിക്കൂല. ളുഹ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബേജാറാണ്. ളുഹ നിസ്കരിച്ചില്ലല്ലോ, നല്ല തന്നെ നിസ്കരിച്ചോ. പക്ഷെ അതിനേക്കാൾ അഫ്ളലാണ് എന്ത്? പറയാ, അതിനേക്കാൾ അഫ്ളലാണ് എന്ത്? ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഒക്കല നിസ്കാരം ഏതാ? അത് റവാത്തിബാണ്. റവാത്തിബിന്റെ രാജാവാരാ? സുബൈന്റെ റവാത്തിബാണ്. മനസ്സിലായില്ലേ? അതൊന്നും ചെയ്യൂല. എന്തുകൊണ്ട്? ഹംകത്തരം. അതുകൊണ്ടാണ് സയ്യിദുൽ ഹംക, ഹംകളെ എന്താ പറഞ്ഞത്? അറിയണത് അറിയില്ല, പഠിക്കേണ്ടത് പഠിക്കൂല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒന്നും അറിയില്ല. നന്നാവണ്ടേ? നന്നാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നന്നാവണം. എനിക്കും നന്നാവണം, നമുക്കും നന്നാവണം. അപ്പോൾ ഞാൻ നന്നാവലിൻ്റെ ചില രസതന്ത്രങ്ങൾ പറഞ്ഞുതരാണ്. അതെല്ലാം ഞാനും നിങ്ങളൊക്കെ അത് അവലംബിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നന്നാവും. ഇന്നും നാളത്തെയും ക്ലാസ് നമ്മളെ നന്നാക്കും, നന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് അവലംബിക്കണം. പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ചിട്ട് കാര്യമില്ല. ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ നീന്തലിനെ കുറിച്ച് പഠിച്ചു. നീന്തൽ എന്നാലെന്താണ്? അങ്ങനെ ഡോക്ടറേറ്റിന് ചേർന്നു. നീന്തൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നീന്തൽ വിഭാഗത്തിൽ ഇവൻ എന്ത് ചെയ്തു? നീന്തൽ എന്ന വിഷയത്തിൽ അവൻ ഡോക്ടറേറ്റ് പഠിക്കാൻ വേണ്ടി ചേർന്നു. പഠിച്ചു. 2 കൊല്ലം 4 കൊല്ലം നീന്തലിനെ പറ്റി പഠിച്ചു. നീന്തൽ എന്നാൽ എന്താണ്? അപ്പോൾ നീന്തലിനെ പറ്റി പഠിച്ചു. നീന്തൽ 4 കൊല്ലത്തെ ഡോക്ടർ നീന്തൽ എന്താ പഠിച്ചു? അപ്പോൾ നീന്തലിന് 1-ാം കൊല്ലം കൈയിനെ പറ്റി പഠിച്ചു. കൈയിൻ്റെ മസിലിനെ പറ്റി പഠിച്ചു. 2-ാം കൊല്ലം കാലിൻ്റെ മസിലുകളെ പറ്റി പഠിച്ചു. 3-ാം കൊല്ലം കയ്യ് മുന്നേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടണം എന്ന് പഠിച്ചു. 4-ാം കൊല്ലം കാല് വെള്ളത്തിലിട്ട് അടിക്കണം എന്ന് പഠിച്ചു. 5-ാം കൊല്ലം പരീക്ഷ ഉണ്ടായി. മാർച്ചിൽ എഴുതി. കാലിനെ പറ്റി ഒരു പേപ്പർ, കൈയിനെ പറ്റി ഒരു പേപ്പർ, മസിലിനെ പറ്റി വേറൊരു പേപ്പർ, തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാട്ടണം എന്നതിനെ പറ്റി വേറൊരു പേപ്പർ, എല്ലാ പേപ്പറും എഴുതി. മസിലിനെ പറ്റിയുള്ള പേപ്പറിൽ ഒരു പേപ്പറിൽ 3-4 ചോദ്യം എഴുതാൻ വിട്ടുപോയി. അതിലൊരു പള്ളക്ക് വേദന ഉണ്ടായി. പഠിച്ചവനെ അത് എഴുതിയില്ലല്ലോ. പിന്നെ സേര പരീക്ഷ എഴുതി, അതും ജയിച്ചു. അങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി. ഡോക്ടർ, നീന്തൽ വിദഗ്ധൻ, ഡോക്ടർ നീന്തൽ വിദഗ്ധൻ എന്നെഴുതി. ഓനെ കൊണ്ടേ ചാലിയറിലിട്ട് ഓൻ്റെ ജീവൻ പോകും. മനസ്സിലായില്ല? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? പുറം മനസ്സിലായില്ലേ? ഓനെ കൊണ്ടേ ചാലിയാറിലിട്ടാൽ അവൻ്റെ ജീവൻ പോവും. അന്നെ പോവും. പിറ്റേന്ന് വേണമെങ്കിൽ പത്രത്തിൽ കൊടുക്കുക, ഡോക്ടർ നീന്തൽ വിദഗ്ധൻ ദിവംഗതനായി. എന്ത് പറയണ്ടേ? പഠിച്ചിട്ട് കാര്യമില്ല. അത് പ്രയോഗത്തിൽ ഓനാക്കിയില്ല. ഇതൊന്നും പഠിച്ചില്ല ഒരാൾ. അയാൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മറ്റേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ ഒന്നും ചേർന്നില്ല നീന്തലിനെ പറ്റി പഠിക്കാൻ. അയാൾ ബാപ്പ കന്നിനെ 10 മണിയായ കന്നിനെ വീട്ടിലെ എരുമനെയും പിന്നെ പശുവിനെയൊക്കെ വിട്ടിട്ട് പോയി കൊണ്ടിട്ട് വേനൽക്കാലല്ലേ നന്നൊക്കെ നീന്തിച്ചാണ്ട് കുളിപ്പിക്കും. അപ്പം പാപ്പാനൊപ്പം പോയാലൊക്കെ എന്തായിട്ടുണ്ട് പറയാം. അവർക്ക് മസിലിനെ പറ്റി അറിയില്ല. മസിലിൻ്റെ പേശികൾ തലച്ചോറിലേക്ക് എന്താണ് ബന്ധം എന്നവർക്കറിയില്ല. പക്ഷേ അവർ ഏത് നെയിൽ നദിയിലിട്ടാലും അക്കരട്ടും. അവർ ഡോക്ടറല്ല, അവർക്ക് നീന്തൽ അറിയും. കാരണം അവർക്ക് വെള്ളവുമായി ബന്ധമുണ്ട്. മറ്റൊരു കടലാസേറ്റ ബന്ധം എന്തിട്ട് ബന്ധമല്ല, വെള്ളച്ചൊന്നല്ല. ഇതെന്താണ് നമ്മളെ നന്നാക്കാൻ? നമ്മൾ ഈ കിതാബോക്കി നന്നാക്കേണ്ട വിഷയം. മറ്റേ കിതാബോക്കി മറ്റേ കാസറ്റ്, മറ്റേ ബാഗ് കൊല്ലി എല്ലാം
കുറച്ച് വെള്ളമാണ്, കുറച്ച് പുല്ലാണ്. മനസ്സിലായി? ഒക്കെ പഠിച്ചു. നന്നാകലിനെ പറ്റി ഇന്നലെ മൂപ്പര ക്ലാസ് ഭയങ്കര അതൊരു 1.5 ക്ലാസ്. നന്നായോ ഇല്ല? ക്ലാസ് എടുത്ത മൂപ്പര് നന്നായോ? മൂപ്പര് നന്നായില്ല. മൂപ്പര് മുക്കുന്നുണ്ട് എടുത്ത ശിഷ്യന് നന്നായില്ല, ഉസ്താദ് തീരെ നന്നായില്ല. ഇതൊന്നും നന്നാവില്ല. നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? വേദിയിലിറങ്ങണം, രംഗത്തിറങ്ങണം. നന്നാകാൻ കഴിയും. നന്നാവലിൻ്റെ രസതന്ത്രം എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രയോഗവൽക്കരിക്കണം, പണിയെടുക്കണം. ആ പണി നിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായാൽ നന്നായി നിനക്ക് തോന്നൂല. ശരി, നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ കയറി പോവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കും. അപ്പോൾ ഒരു മനുഷ്യന് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നന്നാവണം. നന്നാവലിന്റെ രസതന്ത്രം. ഒരാൾ നന്നാവണമെങ്കിൽ എന്ത് വേണം? ഒരാൾ നന്നാവണമെങ്കിൽ എന്താ വേണ്ടത്? അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരാളെ പറ്റി അറിയണമെങ്കിൽ കൂട്ടുകാരനെ പറ്റി അന്വേഷിക്കുക. ഏതൊരാളും ആരോടാണോ സഹവസിക്കപ്പെടുന്നത് അവനെ തുടരുന്നവനായിരിക്കും. ആരെയാണോ സഹവസിക്കപ്പെടുക, ആരോടാണോ ഇവൻ സഹവസിക്കുന്നത് അവനോട് തുടരുന്നവനായിരിക്കും ഏതൊരാളും. അവൻ നന്നാവണമെങ്കിൽ ആര് നന്നാവണം? ചങ്ങായി നന്നാവണം. നന്നാവണമെങ്കിൽ ആദ്യം ആര് നന്നാവണം? ചങ്ങാതി നന്നാവണം. അപ്പൊ ഇന്ന് നമ്മൾ ശരിക്കും ചങ്ങാതി കണ്ടെത്തണം. ഇന്ന് നമ്മൾ നിർബന്ധമായ ചങ്ങാതിയെ കണ്ടെത്തും. നാളെ നിർബന്ധമില്ലാത്ത ചങ്ങാതിയും കണ്ടെത്തും. എന്നാലും നിർബന്ധമൊന്നുമില്ല, എന്നാലും നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഇന്നും നാളെയും എൻ്റെ ഒരു കൊല്ലം പറഞ്ഞ തീരാത്ത വിഷയമാണ്. പിന്നെ വിഷയം അങ്ങനെ കൂട്ടിയ ആളുകൾക്ക് മടിയാണ്. അതുകൊണ്ടാണ് ദിവസത്തിൽ 2 ദിവസം ഒതുക്കുന്നത്. എനിക്ക് നിങ്ങൾ റബ്ബിൻ്റെ സഹായത്താൽ 1 മാസം പറഞ്ഞിരുന്ന ഈ വിഷയം ഞാൻ പറയും. ഞാൻ നന്നായിട്ടല്ല, ആ വിഷയങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് റബ്ബിൻ്റെ സഹായത്താൽ. അപ്പോൾ ഒരാൾ നന്നാവണമെങ്കിൽ അനിൽ മർഇ ലാ തസ്അൽ, ഒരാളെ പറ്റി അന്വേഷിക്കുമ്പോൾ നീ അയാളെ പറ്റി ചോദിക്കരുത്. വസൽ അൻ ഖരീനിഹി, കൂട്ടുകാരനെ പറ്റി ചോദിക്കണം. വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ആരോടാണോ സഹവസിക്കുന്നത് അയാളോട് തുടരുമാരും. അതുറപ്പ്. മനസ്സിലായില്ലേ? അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരു വീട്ടിലുള്ള ഭർത്താവ് ലുപ്തനാണെങ്കിൽ ഭാര്യ ലുപ്തയായിരിക്കും. ഒരു വീട്ടിലെ ഭർത്താവിന് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ മടിയില്ലെങ്കിൽ ഭാര്യയും അങ്ങനെ ഇരിക്കും. അത് നിയമം. ഉറപ്പ്. മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതങ്ങനെയാണ്. മനസ്സിലായില്ലേ? ചങ്ങായിമാരാണ്, കൂടുതൽ സമയം അവർ തമ്മിലാണ്. ഞാനൊപ്പം കൂടിയാൽ എന്നെ തുടരും, ഞാൻ നിന്നെ തുടരും. അതിൽ ആർക്കാണോ കൂടുതൽ ശക്തി അതിനനുസരിച്ച് തുടരും. അത് ചിലപ്പോൾ നന്മയെ തുടരും, ചിലപ്പോൾ തിന്മയെ തുടരും. ഉറപ്പ്, സംശയിക്കണ്ട. അപ്പോൾ ഒരാൾ നന്നാവണമെങ്കിൽ ആദ്യം കൂടെ തല തുറന്ന് നോക്കിട്ടാ. ഒരാൾ നന്നാവണമെങ്കിൽ ആദ്യം ഖുർആൻ ഓതല്ല വേണ്ട.
എനിക്കൊന്ന് നന്നാകണല്ലോ പഠിച്ചോനെ. അപ്പൊ അല്ലാഹു എന്ത് പറഞ്ഞു? നബിയും ഖുർആൻ ഓതിക്കോന്നല്ല, സിറാത്തുൽ ലദീന നല്ലൊരു തുടർന്നാളെ നന്നോ. നല്ലൊരു തുടർന്നാൽ ഉറപ്പില്ലെന്നോ. ഏതിനെ സിറാത്തുൽ മുസ്തഖീമിന് വായനാറി, ഏതിനെ സിറാത്തുൽ മുസ്തഖീം. എനിക്കൊന്ന് നന്നാണല്ലോ പഠിച്ചോനെ. അതല്ലാതെ എന്താ അതിനർത്ഥം? അതല്ലെന്ന് എന്താ അർത്ഥം? അല്ല നീ എനിക്കൊന്ന് നാശാകണല്ലോ പഠിച്ചോനെ എന്നാണോ അതിൻ്റെ അർത്ഥം? എന്നാ അങ്ങനെ പറയും. പറയും മനുഷ്യന്മാരെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിനർത്ഥം എനിക്കൊന്ന് നന്നാണല്ലോ പഠിച്ചോനെ. അലക്കി തെച്ച മലയാളമല്ല, എന്നാണ് അർത്ഥം. ഇതാണ് ഇപ്പം നന്നാണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എനിക്കൊന്ന് നന്നാണ്ടിരുന്നല്ലോ. അപ്പൊ അല്ലാഹു പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, കൂടെ പോയിക്കോ, നന്നാകണം. ജിഹാരെ തുടർന്നു. പറയേ, നന്നായോ തുടർന്നു. കുറച്ച് മീൻ കിട്ടേണ്ടിയിരുന്നല്ലോ, കടപ്പുറത്തേക്കോ. കുറച്ച് പച്ചക്കറി വേണ്ടിയിരുന്നല്ലോ, മാർക്കറ്റിൽ പോയിക്കോ. കുറച്ച് മീൻ കുറച്ച് ഇറച്ചിട്ടിരുന്നല്ലോ, ഇറച്ചി മാർക്കറ്റിൽ പോയിക്കോ. അല്ലെ അങ്ങനെ തന്നെയല്ലേ പറയും. കുറച്ച് അരി ഇട്ടുണ്ടിരുന്നു, മസാലപ്പൊടി പോയിക്കോ, ഓൻ്റെ കയ്യിലുണ്ട്. കുറച്ച് ഇതായത്തോണ്ടിരുന്നില്ലല്ലോ, മൈദീൻ ഷെയ്ഖിനെത്തേക്കോ, ഡിഫായ് ഷെയ്ഖിനെത്തേക്കോ, ഷാഫി മാമിൻ്റെ അടുത്തേക്കോ, അനഫി മാമിൻ്റെ അടുത്തേക്കോ, ആ വഴിക്ക് പോകുന്നവരെ അടുത്തേക്കോ. അത്ര തന്നെയല്ലേ പറയും. അരി കിട്ടാൻ വേണ്ടി ഷാഫി മാമിൻ്റെ തരുവയില്ല. ചിലപ്പോൾ ഷാഫി മാമിൻ്റെ പേരിൽ ഒരു മാസത്തെ അരി വെച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. നന്നാവാൻ വേണ്ടിയോ മസാലപ്പൊടിയൊക്കെ തന്നെ തരും കാര്യമില്ല. മനുഷ്യന്മാര് അങ്ങനെ തന്നെയല്ലേ. അതിൽ അതാണ് ഏതൊന്നിനും ഒരു വിഭാഗമുണ്ട്. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ ആദ്യം വേണ്ടതെന്താ? കൂട്ടുകാരനെ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഇന്ന് കൂട്ടുകാരനെ കണ്ടെത്താം. ഇന്നത്തെ കൂട്ടുകാരൻ നിർബന്ധമാണ്, നാളത്തെ കൂട്ടുകാരൻ സുന്നത്താണ്. ഇന്ന് നിർബന്ധമായ കൂട്ടുകാരനും നാളെ സുന്നത്തായ കൂട്ടുകാരനും. ഇന്ന് ഫർദസ്കാരവും നാളെ റവാത്തിബും. ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? എന്താണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇന്നഹു ലാ യുഫാരിഖുക, അവൻ എന്നെ വിട്ടു പിരിയുകയില്ല. അപ്പോൾ ഒന്നാമത് കൂട്ടുകാരൻ കണ്ടെത്തും. നല്ല ഫോമിലാണെങ്കിൽ പറയുള്ളൂ. ആണോ അല്ലേ? പിന്നെ കൂട്ടുകാരൻ കണ്ടെത്തണം. അല്ല, കൂട്ടുകാരൻ എന്ന വാക്കിനർത്ഥം എന്താ? കൂടുന്നവൻ. അവൻ നമുക്ക് കൂടുന്നവനെ നമുക്കൊന്ന് വിശദീകരിക്കാം. കൂടുന്നവൻ, നീയുമായി ഒരു ദിവസം 10 മിനിറ്റ് കൂടുന്നവൻ, നീയുമായി ഒരു ദിവസം 1 മണിക്കൂർ കൂടുന്നവൻ, നീയുമായി ഒരു ദിവസം സുബഹി നിസ്കരിച്ചാൽ 8 മണി വരെ കൂടുന്നവൻ, നീയുമായി ഒരു ദിവസം 10 മണി വരെ, രാവിലെ 10 മണി വരെ കൂടുന്നവൻ, നീയുമായി ഒരു ദിവസം 10 മണി മുതൽ 5 മണി വരെ ഓഫീസിലൂടെ കൂടുന്നവൻ, നീയുമായി സുബഹി നിസ്കാരത്തോടെയാണ് കൂടിയാ പിന്നെ ഭാര്യയുടെ ബെഡ്റൂമിലേക്ക് രാത്രി 10 മണിക്ക് പോകുന്നത് വരെ കൂടുന്നവൻ. ബെഡ്റൂമിലുണ്ട് ഒരാള്, അയാൾ 10 മണി മുതൽ സുബഹി വരെ എൻ്റെ ഒപ്പം കൂടും. അങ്ങനെയൊക്കെ വിവിധ കൂട്ടുകാരുണ്ട് അല്ലേ? പറയും മനുഷ്യന്മാരെ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? കൂട്ടുകാർ വിവിധ കാറ്റഗറിയില്ല. ഒരു 10 മിനിറ്റെങ്കിലും എന്നെ കാണണം എനിക്ക്. അതിൽ കൂട്ടുകാരനാണ് അല്ലേ? അതൊരു കൂട്ടുകാരനാണ്. ഇതൊരു മണിക്കൂറെങ്കിലും എൻ്റെ ഒപ്പം ഇരിക്കണം, അതൊരു കൂട്ടുകാരനാണ്. 10 മണിയായാൽ രാത്രി 10 മണിയായ നിങ്ങളെവിടെ എത്തി? ഞാൻ അരിക്കൂടെ കഴിഞ്ഞു, അതൊരു കൂട്ടുകാരനാണ്. 10 മണിയായാലും എത്തുന്നാണ് കണക്ക്. 10 മണി എത്തിയില്ലെങ്കിൽ ഫോൺ ചെയ്യും, നിങ്ങളെവിടെ? ഞാനിവിടെ അരിക്കൂടെ എത്തി. ആയിക്കോട്ടെ, അന്ന്
കൂട്ടുകാരന് അർഹത ഉണ്ട് നമ്മളെത്തി കൂട്ടുകൂടാൻ. സുബൈൻ്റെ ബാങ്ക് കൊടുക്കണവരെ സുബൈ ഞാൻ പിന്നെ ഉണ്ടാവില്ല. നിനക്ക് എപ്പോഴാണ് പോകേണ്ടത്? എനിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ പോകണം. കുഴപ്പമില്ല, അതിൻ്റെ അതെന്താ അങ്ങനെ പോക്കെന്ന് അറിയാൻ അർഹതല്ല. ആ കൂട്ടുകാരൻ അത്ര സമയമുള്ളൂ. അങ്ങനെ നല്ല തല കൊടുത്ത് ചിന്തിക്കണം കേട്ടോ. ഓഫീസിന്റെ ഓഫീസിൽ രാവിലെ 9:30 മണിക്ക് എത്തണം. 9 മണി മുതൽ 4:30 വരെ കൂടുന്ന ഒരാളുണ്ട്. എന്നാൽ ഒരാളുണ്ട് ഒരിക്കലും വിട്ടുവരില്ല. അവനാണ് കൂട്ടുകാരൻ. ഒരിക്കലും വിട്ടുവരില്ല. അവനാണ് യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ. അതല്ലേ കൂട്ടുകാരൻ? ഓൻ വിട്ടുവരില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ അയാളല്ലേ കൂട്ടുകാരൻ. വേറെ കൂട്ടുകാരനാണ്. 10 മിനിറ്റ് കാണുന്ന കൂട്ടുകാരനുണ്ട്. ഓരോ ദിവസം 10 മിനിറ്റ് താമസിക്കുന്ന കൂട്ടുകാരനുണ്ട്. 10 മിനിറ്റ് കൂട്ടുകൂടുന്ന കൂട്ടുകാരുണ്ട്. 1 മണിക്കൂർ കൂട്ടുകൂടുന്നവരുണ്ട്. 4 മണിക്കൂറുള്ളവരുണ്ട്. 8 മണിക്കൂർ കൂട്ടുകൂടുന്നവരുണ്ട്. നട്ടപ്പാതിരക്ക് വീട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ പിന്നെ നേരം വെളുക്കുന്നവരെ കൂട്ടുകൂടുന്നവരുണ്ട്. അങ്ങനെ പല കൂട്ടുകാരെ നമുക്കുണ്ട്. ഒരാളുണ്ട് ഒരിക്കലും അയാൾ നിന്നെ വിട്ടുവരില്ല. അതല്ലേ യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ. ആ ആൾ നിന്റെ കൂട്ടുകാരനാണെന്ന് ഇതുവരെ നീ മനസ്സിലാക്കിയില്ല. നിന്നെ അയാളൊരു മിനിറ്റ് മുട്ടില്ല. എന്നിട്ട് നമ്മൾ ആലോചിക്കുക, ഒരു നല്ല ചങ്ങായിനെ കിട്ടേണ്ടിയിരുന്നല്ലോ. സത്യല്ലേ? ആണോ? അല്ലേ? ഇതല്ലേ സത്യം? ഇതല്ലേ സത്യം? അത് രസമല്ല. നമുക്ക് ഒന്ന് മസനഗുഡി പോകാം. നമ്മൾ പറഞ്ഞു നോമ്പൊക്കെ ഒരു രസമില്ലെങ്കിൽ പെരുന്നാളായി നമുക്കൊന്ന് ഊട്ടി പോയി. ഒരു രസം കിട്ടില്ല. എൻ്റെ ഒന്നുമില്ലെങ്കിൽ ഈജിപ്ത് എനിക്ക് ഇപ്പോഴത്തെ നാട്ടിലായ എനിക്ക് ഇപ്പം തന്നെ പറയണം. നമുക്ക് ഊട്ടിയിലാണ് പോകാം. പിന്നെ നമുക്ക് അങ്ങനെ വർത്താനം പറഞ്ഞു കൂടാലോ. വർത്താനം പറഞ്ഞ ഊട്ടി പോയി അവിടെ അടുക്കൂടി ചങ്ങ വർത്താനം. പിന്നെ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങിയത് 2 ദിവസം 72-3 ദിവസം ചോറും ചായയും ചോറും അങ്ങനെ അവിടെ കിട്ടി. എനിക്ക് നിന്നെ ശരിക്കും കൊണ്ട് കിട്ടണം. നമുക്ക് കുറച്ച് വർത്താനം പറയട്ടെ. ഓനും കക്കൂസിന്റെ പതിലടച്ച പിന്നെ കാണില്ല. പിന്നെ കക്കൂസിലുണ്ടെങ്കിൽ നമുക്ക് വയറ്റിനോട് പോവില്ല. അങ്ങനെ തന്നെ നിന്നെ പിരിയാത്ത ഒരാളുണ്ട്. അയാളാ കൂട്ടുകാരൻ. ഒരിക്കലും പിരിയില്ല. അപ്പോൾ നോക്കണ യഥാർത്ഥ കൂട്ടുകാരനെ കണ്ടെത്തണം. ആ ആളെ വിട്ട് പിരിയണല്ലേ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ പിരിയാത്തവനല്ലേ കൂട്ടുകാരൻ. ഒന്ന് പറയും മനുഷ്യന്മാരെ, കൂട്ടി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മനസ്സിലായില്ലേ? റഫീഖ് സാഹിബ് ഞാൻ ഇയാളോട് 1 മണിക്കൂർ സഹവസിച്ചു. അപ്പോൾ 1 മണിക്കൂർ കൂടി ഞാൻ ഇവനോട് റഫീഖായി കൂട്ടുകൂടി 1 മണിക്കൂർ. അപ്പോൾ ഒരാളുണ്ട്, അയാൾ ഒരിക്കലും നിന്നോട് വിട്ടെന്നില്ല. അയാളെ കാണാത്ത നീ 10 മിനിറ്റിന്റെ കൂട്ടുകാരനെ പേജാലും മേപ്പെട്ട് നോക്കി നടക്കുമ്പോൾ ഞാനും സയ്യിദുൽ ഹംഖല്ലാതാര. നമ്മൾ സയ്യിദുൽ ഹംഖ, നമ്മളെ ഹംഖകളുടെ നേതാവായ എന്തുകൊണ്ട് ഒരിക്കലും വിട്ടു പിരിയാത്ത ഒരാളുണ്ട്. അയാൾ കൂട്ടുകാരൻ തന്നെയാണ്. അതെന്താ വേണ്ടത്? അയാൾ ചെരുപ്പ് വേണമെങ്കിൽ ചെരുപ്പ് വരും, ചെരുപ്പിന് വാറ് വേണ്ട വാറ് വരും, ബിരിയാണി വേണ്ട പാവ് തരും. അതല്ലേ കൂട്ടുകാരൻ. കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ ബാധ്യത എന്താ? എൻ്റെ ആവശ്യമൊക്കെ നടത്തി തരും. ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവും ചെയ്യും.
ചെരുപ്പ് വേണം, ചെരുപ്പ്. ബാറ് വേണം, ബാറ്. മുട്ടസൂചി വേണം, മുട്ടസൂചി. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയേ. അപ്പോൾ നമ്മൾ യഥാർത്ഥ കൂട്ടുകാരനെ കണ്ടെത്തണം. ആ കൂട്ടുകാരനെ നമ്മൾക്ക് നമ്മളെ കൂട്ടുകാരൻ നമ്മൾ ഇതുവരെ കണ്ടെത്തിയില്ല. പെരിയിലുള്ള പെണ്ണുങ്ങളുണ്ട്, അവളൊന്ന് വന്ന് വർത്താനം പറഞ്ഞവരെ ഉദാഹരണം പറയാം. ഇത് ഉദാഹരണമാണ്. പെരിയിലുള്ള പെണ്ണുങ്ങൾ നമ്മൾ വരിയിലുണ്ട്, പെണ്ണുങ്ങൾ വരിയിലുണ്ട്. അവളിങ്ങോട്ട് വന്ന് കാക്കി ചായയാണോ ചോറാണോ ഒന്നും മുണ്ടൂല. ഓളറ്റ് മുണ്ടി 20 എന്നിട്ട് ഇവൻ ആലോചിക്കുക, എനിക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് വേണ്ടിയിരുന്നല്ലോ, ഇവനെക്കാളും വലിയ അമ്മക്കാരാ. അവളെ ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയാണ്, ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണാണ്, ഏറ്റവും വലിയ തറവാട്ടേരിയാണ്. എപ്പോൾ നിന്നോട് മിണ്ടാൻ തയ്യാറുണ്ട്, ആവശ്യം ചോദിക്കുന്നുണ്ട്. വെള്ളം വേണോ, നിങ്ങൾക്ക് കഞ്ഞിയാണോ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്, ഉച്ചക്കൻ്റെ ചോട്ടി കൂട്ടാൻ വേണ്ട, എല്ലാം ചോദിക്കുന്നുണ്ട്. ഈ എന്തായില്ല, ഒരു വാക്ക് തിരിച്ചു കൊണ്ടില്ല. എന്നിട്ട് ഈ മറ്റേ ഇതിൽ പറയാം, എന്നിട്ട് എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ കുത്തി നടക്കുക. ഐ വാണ്ട് എ ഗേൾ ഫ്രണ്ട്, എനിക്കൊരു ഗേൾ ഫ്രണ്ടിന് വേണ്ടി. നീ എല്ലടാ പൊട്ടൻ, നിന്നെ പൊട്ടൻ എന്ന് വിളിക്കാത്തവനാണ് പൊട്ടൻ. അപ്പോൾ യഥാർത്ഥ കൂട്ടുകാരനാണ് ആര്? ഒരാൾ വിട്ടില്ല. ഞാൻ അവന്റെ കൂടെയുണ്ട്, അവന്റെ കണ്ടനാടിയേക്കാളും അടുത്ത്. ഞാൻ അവനോട് വിട്ടിട്ടില്ല. അപ്പോൾ കൂട്ടുകാരനാരാ? പറയാം, യഥാർത്ഥ കൂട്ടുകാരനാരാ? അള്ളാഹുവാണ് കൂട്ടുകാരൻ എന്ന് കണ്ടെത്താത്തതാണ് നമ്മൾ പ്രശ്നം. അള്ളാഹുവാണ് കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെ കണ്ടെത്തൽ നിർബന്ധമാണ്. അല്ലാത്ത കാലത്തോളം നിസ്കാരം ഒരു പണിയാണ്, നോമ്പൊരു പണിയാണ്. അള്ളാഹിനെ കൂട്ടുകാരനാക്കിയാൽ പറയാം, അള്ളാഹിനെ കൂട്ടുകാരനായാൽ നിസ്കാരം സന്തോഷമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം ചെയ്ത് നിസ്കരിക്കലാണ്. അപ്പം എൻ്റെ ചങ്ങായിയാണ് അള്ളാഹു. അപ്പം ചങ്ങായിക്കൊണ്ട് എന്ത് ചെയ്യും? സത്യമാണല്ലേ? അല്ലേ? പറയാം. കൂട്ടുകാരൻ്റെ പ്രത്യേകത എന്താ? നിനക്ക് എന്താ വേണ്ടത് അതെല്ലാം അവൻ ചെയ്യും. അവനെന്താ വേണ്ടത് അതെല്ലാം. എന്താ കൂട്ടുകാരൻ? ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, നല്ല ആത്മാർത്ഥമുള്ള സ്നേഹിതന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? നിനക്ക് വേണ്ടതെല്ലാം അവൻ ചെയ്യും, അവന് വേണ്ടതെല്ലാം നീ ചെയ്യും. ആണോ? അല്ലേ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. കൂട്ടുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. മനസ്സിലായി? ചിന്തിക്കും. ഞാനിവിടുന്ന് വീട്ടിലേക്ക് പോകും. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ചായ കുടിക്കും. അത് ഒപ്പം പോണ ആളുകൾക്ക് മനസ്സിലാവും, അവർക്ക് ചായ വേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ആളുകൾ എന്താ ആലോചിക്കുക? ഒരു എന്നോട് സ്നേഹത്തിലുള്ളവരാണെങ്കിൽ എന്താ ആലോചിക്കുക? ഓരോ ചായൻ്റെ ഏരിയ കഴിയുമ്പോൾ ഒരു കണക്കുണ്ട്. അപ്പോൾ ചോദിക്കും, ചായക്ക് നിർത്തണോ? ചായക്ക് നിർത്തിയാലോ? ചിലപ്പോൾ ചോദിക്കില്ല, അവിടെ നിർത്തി പോകട്ടെ. ഓട്ടോമാറ്റിക്കൽ ഒരിക്കൽ മനസ്സിലാവും, എനിക്കവിടെ എത്തിയാലൊരു ചായ വേണ്ടി വരും. അതേ സമയത്ത് അവൻ്റെ ആവശ്യം ഞാനും മനസ്സിലാക്കും. എനിക്ക് ചായ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു, ചായ കുടിച്ചില്ലേ? ഓൻ കുടിക്കാതെ എനിക്ക് കുടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. എന്തുകൊണ്ട്? ഒന്നെ പോലെ തന്നെയാണ്. എൻ്റെ കൂട്ടുകാരനോ ഞാനോ എൻ്റെ കൂട്ടുകാരനാകുമ്പോൾ എൻ്റെ ആവശ്യം അവൻ പരിഗണിക്കും, അവൻ്റെ ആവശ്യം വേറെ കുട്ടി ഞാൻ പരിഗണിക്കും. ഞാൻ എൻ്റെ ഒരാളാണെങ്കിൽ, ഞാൻ എൻ്റെ സെൽഫിഷ് ആണെങ്കിൽ, ഞാൻ ചായ നെയ്യപ്പം നിന്നാൽ 20 ഉറുപ്പിക എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ 100 ഉറുപ്പിക എടുത്തു കൊടുക്കും. എന്തുകൊണ്ട്? ഓനക്ക് ചായ കുടിക്കുമ്പോൾ ഓന് ചായ കൊടുക്കേണ്ടി വരും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല.
ഞാൻ എൻ്റെ ആളാണെങ്കിൽ അവൻ വണ്ടി നിർത്തി, അവൻ ചായ, ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൻ വണ്ടി നിർത്തിയാൽ ആദ്യത്തെ ചായയും കടിയും കൊണ്ടുവരാണ്. ചായയും കടിയും കൊണ്ടുവന്നു 5 ഉറുപ്പിക എടുത്തു കൊടുത്തു. ഇനി ബാക്കി എൻ്റെതല്ല, അവൻ കുടിക്കാതിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സെൽഫിഷാണ്, അവൻ്റെ കൂട്ടുകാരനല്ല. ചിലപ്പോൾ ഞാനൊന്നും കൊടുക്കൂല. എൻ്റെ 100 ഉറുപ്പിക ഇല്ല. ഓൻ വണ്ടി എടുത്തു, പിന്നെയും പോയി. അപ്പോൾ പീടിയിൽ എനിക്കറിയാം ഓൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തുകൊണ്ട്? എൻ്റെ ആവശ്യം അവൻ്റെ ആവശ്യം എൻ്റേതാണ്. നിസ്കാരം നീ നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിനക്കിഷ്ടാവും, അത് നിനക്ക് പണിയാവില്ല. അള്ളാഹു നിന്റെ അപ്പം ഉറക്കെ പറയാ, അല്ലെങ്കിൽ എണീറ്റ് പോയി എന്ത് പറഞ്ഞ് മനസ്സിലാക്കി. അള്ളാഹു നിന്റെ കൂട്ടുകാരനാണെങ്കിൽ, അള്ളാഹു നിന്റെ കൂട്ടുകാരനാകാത്ത കാലത്തോളം നിസ്കാരം നിനക്ക് പണിയാണ്. അള്ളാഹു നിന്റെ കൂട്ടുകാരനായാൽ നിസ്കാരം നിനക്ക് സഹിലാണ്, അതൊരു പണി തന്നല്ല. ചായ വാങ്ങി കടി വാങ്ങി വെയിലത്തൂടെ നടന്ന് വന്നപ്പോ ഞാൻ ചോദിച്ചു, എടാ കഷ്ടപ്പെട്ടില്ലേ? അപ്പം പറഞ്ഞു, അവൻ്റെ വായിക്കൊണ്ട് എന്ത് വർത്തമാനം പറയണം. അതായത് അവൻ വെയിലത്തൂടെ നടന്നുപോയി എനിക്കൊരു ചായയും കടിയും കൊണ്ടു തന്നപ്പോൾ അതൊരു വിഷമായില്ലേന്ന് ഞാൻ അവിടെ ചോദിക്കുമ്പോൾ വായു ഉത്ത. എന്തുകൊണ്ട്? എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അവന് വിഷമല്ല. ഓൻ്റെ മകൾക്കൊരു കല്യാണം ഉണ്ടായപ്പോൾ ഇന്നാൾ കൈനൊക്കെ കൊടുത്ത ആ മകളെ കെട്ടിക്കാൻ ഞാൻ കൊടുത്തു. അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നൊരു സ്ഥലേ കുറച്ച് ബുദ്ധിമുട്ടില്ലേ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണിടോ, എൻ്റെ കടമയല്ലേ. അപ്പൊ അവൻ്റെ മകൾക്ക് വേണ്ടി പൊന്നു വാങ്ങിക്കൊടുത്തത് എനിക്ക് വിഷമല്ല. എന്തുകൊണ്ട്? അവൻ്റെ കൂട്ടുകാരാണ്. കയ്യിൽ പൈസയുണ്ട്, ഇഷ്ടപ്പെട്ട ഭാര്യയാണെങ്കിൽ ദുബായില് കയറി, ഫ്ലൈറ്റ് കയറാൻ 3/4 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോഴാണ് ജ്വല്ലറി ഉണ്ട്. അപ്പം അങ്ങനെ നടന്നു നോക്കി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു സ്വർണത്തിൻ്റെ ഒരു നെക്ലേസ് കണ്ടു, അത് വാങ്ങി ബാഗിലിട്ടു. അതൊന്നും വിഷമല്ല, ആ സന്തോഷമാണ്. ആ ഫ്ലൈറ്റ് യാത്ര തന്നെ അവന് ആനന്ദമായി, ഭയങ്കര സന്തോഷമായി. പുരയിലെത്തിയപ്പോൾ ആ നെക്ലേസ് അവൾക്ക് കെട്ടിക്കൊടുത്തു. എന്തുകൊണ്ട്? മനസ്സിലായില്ലേ? എന്തുകൊണ്ട് മനസ്സിലായില്ല? എന്തുകൊണ്ട്? അത്രയും അവളോട് ഇഷ്ടമാണ്. അപ്പൊ അവക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു പണിയല്ല, ഒരു സന്തോഷമാണ്. നേരെ മറിച്ച് അപ്പുറത്തൊരു പൊരയിൽ ഒരു കുട്ടിനെ കെട്ടിക്കാണ്ട് നമ്മൾ വരുമ്പോഴൊക്കെ ഉമ്മ പറയും, എടാ ഇതിനൊരു വള വാങ്ങി കൊടുക്കേണ്ടിയിരുന്നു, എടാ ഇനി നമുക്കൊരു വള വാങ്ങി കൊടുക്കേണ്ടിയിരുന്നു, എടാ നമുക്കൊരു വള വാങ്ങി കൊടുക്കേണ്ടിയിരുന്നു. ആ വള വാങ്ങിയിട്ട് കിട്ടൂല. എന്തേ? അതൊരു പണിയാണ്, അമലാണ്. പിന്നെ ഉമ്മ ദേഷ്യപ്പെടും, നാളെയാണ് കല്യാണം, ജോലി വാങ്ങിക്കൊടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊടുത്തോ. അപ്പൊ പിന്നെ ഉമ്മാനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? ഉമ്മ എങ്ങായിയാണ്, ഉള്ളി എങ്ങായിയല്ല. നമ്മളെ പെണ്ണുങ്ങളെ അനുജത്തിനെ കെട്ടിക്കാണ്, ഒന്നും ഓള് പറഞ്ഞിട്ടില്ല. നമ്മൾ 5 പവന് മേലുണ്ടാക്കിയിട്ട് കൊണ്ടേ കൊടുത്തു, കൊടുത്തോളാം. നമ്മൾ ഓളല്ലേ എങ്ങായി, നമ്മളെങ്ങായിയാരാ? നമ്മളെ പെണ്ണുങ്ങളാണ്, ഓളെ സന്തോഷം നമ്മളെ സന്തോഷമാണ്. ഈ 5 പവൻ വാങ്ങിൽ 2-2.5 ലക്ഷം ഉറുപ്പിക അത് നമുക്കൊരു പണിയല്ല. എന്തുകൊണ്ട്? ഇത് ഇവൾക്ക് വേണ്ടിയാണ്, ഇവളെ അനുജത്തിക്ക് വേണ്ടിയല്ല. ആണോ അല്ലേ? നമുക്ക് നിസ്കാരം പണിയാവുന്നത് എന്തുകൊണ്ട്? റബ്ബ് നമുക്ക് ചങ്ങായിയല്ല. ഇതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. നമുക്ക് ജീവിതത്തിൽ രസമില്ലാത്തത് കൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും കുറെ നേരം. കുറെ ബസ് വരുന്ന ആള് ഇറങ്ങണം പോകണം, അപ്പൊ ഒരു സന്തോഷം. ചിലർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും, ചിലർ പുഴമാട്ടുമ്പോൾ പോയിരിക്കും. അള്ളാന്റെ ആഭിര്യങ്ങളോ, അള്ളാന്റെ ചങ്ങാതിമാര് എന്ത് ചെയ്യും? മുസല്ലട്ടിരിക്കും. അപ്പൊ ചങ്ങായി വരും, പിന്നെ ചങ്ങനോട് വർത്താനം പറയും. ചങ്ങായി വിട്ടു വരുന്നില്ല. അപ്പൊ നമുക്ക് ഒരു സമയം ഒന്നൊറ്റക്ക് ചങ്ങായിൻ്റെ ഒപ്പം, നിങ്ങളും ഞാനും നിങ്ങളും ഇയാളും ചങ്ങായിമാരാ, നിങ്ങൾ രണ്ടാളും ഒരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കണ നേരത്ത് ഞാൻ ആ കമ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല.
നമ്മൾ നിങ്ങളെ സംസാരം മുറിഞ്ഞ അവിടെ പിന്നെ എന്നോട് നിങ്ങൾ ചോദിക്കുക ഉസ്താദ് എവിടെ ഇറങ്ങണം, എന്തിനാ ഉസ്താദ് എവിടെ ഇറങ്ങണം ചോദിച്ച് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു ഞാൻ. അള്ളാഹുവിനെ ഒരു അടിമ കൂട്ടുകാരനാക്കിയാൽ അവന്റെ ഏറ്റവും വലിയ സന്തോഷം അള്ളാന്റെ കൂടെ ഇരിക്കലായിരിക്കും. അപ്പൊ അള്ളിരിക്കും. എന്നെ ഓർത്തിരിക്കുന്നവന്റെ കൂടെ ഞാനും ഇരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഓഹോ അള്ളാഹു നിൽക്കും. പിന്നെ വർത്താനം പറയാം, സുബ്ഹാനല്ലാഹ് നീ പരിശുദ്ധനാണ്. അപ്പോൾ അള്ളാഹു പറയും ഞാൻ പരിശുദ്ധനായി ചോദിച്ചാറണ്ട, നിനക്കൊണ്ടൊക്കെ ഞാൻ ചെയ്യും. ഊലമ്മിൽ വർത്താനം നടന്നുകൊണ്ടിരിക്കും. മറ്റേ സുബ്ഹാനല്ലാഹ് പണിയോ 33 അൽഹംദുലില്ലാഹ് പണിയോ. എൻ്റെ സുന്ദരിയായ ഭാര്യയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കവളിൻ്റെ രസത്രേ, എൻ്റെ കണ്ണിൻ്റെ ഭംഗിയത്രേ, അള്ളാഹു എനിക്ക് അനുഗ്രഹമാണ്. എൻ്റെ മുടിൻ്റെ ഭംഗിയത്രേ, എനിക്കത് മറക്കാൻ കഴിയില്ല. ഇതെന്നെല്ലെങ്ങായി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു അക്ബർ, അള്ളാഹു കൂട്ടുകാരനായാൽ അല്ലെങ്കിൽ തോണിയാണ്. ഒരുത്തൻ്റെ കൽബിൽ പെണ്ണുങ്ങൾ കയറിയില്ല. പെണ്ണുങ്ങളേറ്റ് ചങ്ങായിത്തെ കൂടാൻ വേണ്ടി മറ്റേ ചങ്ങായി പറഞ്ഞു എന്ത് ജീവിക്കാൻ ഓളേറ്റ് അങ്ങനെ വർത്താനം പറയുമ്പോൾ എൻ്റെ കണ്ണ് ഉഷാറാണ്, എൻ്റെ കൈ ഉഷാറാണ്, എൻ്റെ കാല് ഉഷാറെന്നൊക്കെ പറഞ്ഞാളാ. അപ്പോൾ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എഴുതി പഠിച്ച മാതിരി പറഞ്ഞു എൻ്റെ കണ്ണ് ഉഷാറാണ്. പിന്നെ നോക്കി എൻ്റെ കാല് ഉഷാറാണ്, എൻ്റെ ചെവി ഉഷാറാണ്, എൻ്റെ മൂടി ഉഷാറാണ്. ഓളെ എങ്ങായോ ഇതെന്നെല്ലെങ്ങായി നമ്മുടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തിരിഞ്ഞില്ല. നീ അടുത്തത് എന്താ പറയേണ്ട ഉസ്താദ്? എന്താ അവിടെ വാവാണോ മീമാണോ? എന്ത് ബൈബ്, എന്ത് വാവ്, എന്ത് മീം? പെണ്ണുങ്ങളൊക്കെ അതിൽ പറയുമ്പോൾ എഴുതി പഠിച്ചു പോയി ഒരാൾ. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ഓളെ ഇഷ്ടം, ഓളെ പ്രശംസിക്കലൊക്കെ ഇഷ്ടമാവും. ഞാൻ എന്തൊക്കെയാണ് പ്രശംസിക്കുന്നത് ചോദിക്കുന്നു പറഞ്ഞോണ്ടാ. ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ പ്രശംസിച്ചപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങനെ ലെവലായി. ഒക്കെ ആദ്യം ഓക്കൊരു കുരങ്ങനെ സ്വഭാവം, പിന്നെ ഞാൻ ഓളെ നന്നാക്കി പ്രശംസിക്കും. ആയിക്കോട്ടെ, എനിക്കുമാണ് ഓള് എന്നെയും ഇഷ്ടപ്പെടണം. അതിനെന്താ ചെയ്യേണ്ടത്? വാക്കൊക്കെ ഒന്ന് പറഞ്ഞോണ്ടാ. അത് മുടിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. ഓളെ മുടി നല്ല ചുരുക്കാണ് അറിയാം. അത് 33 വട്ടം പറയാം എൻ്റെ മുടി ചുരുക്കാണ്. പിന്നെ പറയാം എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉസാറാണ്, എൻ്റെ കണ്ണ് നല്ലതാണ്, ചുരുക്കാണ്. അത് 33 വട്ടം പറയും. പിന്നെ എൻ്റെ ചുണ്ടിനെ പറ്റി പറയാം. എൻ്റെ ചുണ്ട് പോലത്തെ ചുണ്ട് ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. എൻ്റെ ചുണ്ട് പോലത്തെ ചുണ്ടില്ല. അത് 33 വട്ടം പറയും. ഇത് നമ്മളിങ്ങനെ ഓരോന്നും നോക്കി പറയാം. അതിനനുസരിച്ച് പിന്നെ പറഞ്ഞു ഓള് പറയില്ല പോയി കാക്കാ പണി നോക്കിയിട്ട് നിങ്ങളെ പോലത്തെ പോകാൻ ഞാൻ എൻ്റെ വാപ്പ കെട്ടിച്ചെടുത്ത്. അതേ സമയത്ത് അവളെ ചെവിയിൽ ചേർത്ത് നീ ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക് നോക്കാം, ഒറ്റ വാക്ക്, അതോളെ ഹൃദയത്തെ തട്ടു. അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആൾ ഒരു വട്ടം അള്ളാഹ് എന്ന് പറയലാണ് നമുക്ക് കോടാനക്കോടി വട്ടം അള്ളാഹ് എഴുതി പറയുന്നേക്കാൾ നല്ലത്. കാരണം ഒരിക്കലത് പുറത്തൊന്നേ ഉള്ളൂ. അത് എന്താ പറയുക, അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പോലെ സദാസമയവും അള്ളാഹ് അവൻ്റെ ഉള്ളിൽ ഉണ്ട്. ഒരിക്കൽ പൊട്ടിന് നമ്മളെ പ്രശ്നം നമ്മൾ പണിയാക്കിയതാണ്. മനസ്സറിഞ്ഞ് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചെല്ലിയാൽ ചെല്ലിക്കോ. ചെല്ലണ്ടെന്നല്ല, ഇഷ്ടമുള്ളവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇഷ്ടമില്ലാത്തവനും പറയും, ഇഷ്ടമില്ലാത്തവനും എന്ത് പറയും? ഉരുട്ടം പറയും. അങ്ങനെ തന്നെയല്ലേ? മൂപ്പരെ പ്രശംസിച്ചാൽ മൂപ്പര് എന്തെങ്കിലും തരുന്ന ഞങ്ങളെ ഒന്ന് പ്രശംസിക്കും. നിങ്ങൾ 33 വട്ടം കഴിഞ്ഞ് ഞങ്ങൾ കൂലി വയ്ക്കും. നിങ്ങൾക്ക് വേഗം പോകണം. ഒരുത്തരം കൂലി തന്നെ വേണ്ട, ഭയങ്കര ഇഷ്ടമാണ്. നീ പേരി പോയി കുറയുമ്പോൾ കാര്യം മനസ്സിലായില്ല. നമ്മൾ 1000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ നമുക്ക് എന്ത് വേണം? കൂലിയാണോ? എന്താ കൂലിക്കായി? ഒരു കൂട്ടർക്ക് സുബ്ഹാനല്ലാഹ് നിർത്തിക്കോ എന്ന് പറഞ്ഞാലാണ് വിഷമിക്കുക. കാരണം അവരെ ഏറ്റവും വലിയ സന്തോഷം ഈ സുബ്ഹാനല്ലാഹ് ആണോ അല്ലേ? ഇബാദത്തുകൾ
സന്തോഷമാക്കാത്ത കാലത്തോളം അടിമക്ക് ഉയർച്ച ഉണ്ടാവില്ല. അതന്നെ ഉള്ളൂ, നീ വേറെ പരിഹാരമല്ല.